നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു പ്രത്യേക എപ്പിസോഡാണ് സംപ്രേഷണം ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടാനിരിക്കുന്ന ഒരു മുഹൂർത്തം. ആ സമയത്ത് വയനാടിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത് ഒരു വനിത, പ്രത്യേകിച്ചും ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധ നേടിയ ഒരു മലയാളി. ഈ വയനാട്ടിൽ നിന്ന് അല്ലെങ്കിൽ വയനാടിനോട് അതിർത്തി പങ്കിടുന്ന കണ്ണൂരിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയരുകയും ഈ ദേശീയ രാഷ്ട്രീയത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും നിരവധി പോരാട്ടങ്ങൾ കത്തുന്ന മണിപ്പൂരിലടക്കം പോയി എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എവിടെയൊക്കെ സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ, അടിസ്ഥാന ജനവിഭാഗം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ, അവിടെയൊക്കെ അവരുടെ പ്രശ്നങ്ങളോട്, അവരുടെ വേദനകളോട് ചേർന്ന് നിന്ന് പോരാടുന്ന ഒരു വ്യക്തിയാണ് നമുക്കിന്ന് വിശിഷ്ടാതിഥിയായിട്ടുള്ളത്. ശ്രീമതി ആനി രാജയാണ്. അവർ ദേശീയ മഹിളാ ഫെഡറേഷൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയാണ്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ്. പ്രത്യേകിച്ച് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയം കുറച്ച് പറയാനുണ്ടാകും, ഈ വനിതകളെ സംബന്ധിച്ച് കുറച്ചധികം പറയാനുണ്ടാകും, ദേശീയ തലത്തിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പറയാനുണ്ടാവും. നമസ്കാരം മേഡം, ഏതായാലും സ്വാഗതം ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക്. ആധുനിക ഇന്ത്യയിൽ സ്ത്രീകൾ ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടം. അതിൽ തന്നെ ആധുനിക ഇന്ത്യ കണ്ട ധീര വനിതകളിൽ ഒന്നാണ് എൻ്റെ മുന്നിലിപ്പോൾ ഉള്ളത്. എന്താണ് ഇത്രയ്ക്കൊരു സധൈര്യത്തോടു കൂടി മണിപ്പൂരിൽ പോലും, കത്തുന്ന മണിപ്പൂരിൽ പോലും ധൈര്യത്തോടു കൂടി പോകാനുണ്ടായിരുന്ന ഒരു പ്രചോദനം എന്തായിരുന്നു? ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്, ഞാനൊരു ഇടതുപക്ഷക്കാരിയാണ്. അങ്ങനെയുള്ള എനിക്ക് എൻ്റെ പാർട്ടി തന്നിരിക്കുന്ന ഉത്തരവാദിത്വമെന്ന് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളെ സംഘടിപ്പിക്കുക, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക, അവരോടൊപ്പം നിൽക്കുക. ഇതാണ് എനിക്ക് തന്നിട്ടുള്ള ഉത്തരവാദിത്വം. മറ്റ് പാർട്ടി ചുമതലകളുണ്ട്. തീർച്ചയായിട്ടും ജമ്മു കാശ്മീരിൻ്റെയും ഉത്തരാഖണ്ഡിൻ്റെയും ഛത്തീസ്ഗഡിൻ്റെയും ചുമതലയുണ്ട്, പാർട്ടി ചുമതലയുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തെ 28ഓളം സംസ്ഥാനങ്ങളിൽ ഞങ്ങളുടെ സംഘടന ദേശീയ മഹിളാ ഫെഡറേഷനുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തമാണ് എനിക്കിത്. അങ്ങനെ ഒരു ഉത്തരവാദിത്തം പാർട്ടി വിശ്വസിച്ചെന്നെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ഈ രാജ്യത്ത് എവിടെയും സ്ത്രീകൾ ഇത്തരത്തിലുള്ള വയലൻസിന് വിധേയമാകുമ്പോൾ അവരോടൊപ്പം പോയി നിൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. അതിനപ്പുറത്തേക്ക് വേറൊന്നും എനിക്ക് ആലോചിക്കാനില്ല. അവരോടൊപ്പം നിൽക്കണം. അത് മധ്യപ്രദേശിലെ ജബുവിലായിരുന്നാലും ശരി, അത് ഒറീസയിലെ കന്തമകലിലായിരുന്നാലും ശരി, അത് മണിപ്പൂരിലായിരുന്നാലും ശരി, ആ ഇടങ്ങളിലൊക്കെ അവർക്ക് ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് ആരുമില്ല എന്ന് അവർ നിരാശപ്പെട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകേണ്ടത് അത് എൻ്റെ ഉത്തരവാദിത്തമാണ്, ആർക്കെങ്കിലും ചെയ്യുന്ന ഔദാര്യമല്ല അത്. അതാണ് എൻ്റെ ധൈര്യം. ഡൽഹിയിലെ നിർഭയയുടെ മരണം തൊട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മുതൽ ഇതുപോലുള്ള കൂട്ടായ പല സംസ്ഥാനത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ, പല സ്ത്രീ സമൂഹങ്ങൾ നേരിടുന്ന വിഷയങ്ങളിലൊക്കെ വലിയ ഗൗരവത്തോടു കൂടിയാണല്ലോ ഇടപെടൽ നടന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയുള്ള റിസൾട്ട് കിട്ടാതാകുമ്പോൾ മനസ്സ് തളരുമോ? ഇല്ല, അതാ നമ്മൾ എന്തിനു വേണ്ടിയാണ്? നീതിക്കും ന്യായത്തിനും വേണ്ടിയാണ്. അപ്പോൾ ആ നീതിയും ന്യായവും ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ പോരാട്ടത്തിൽ, അത് ലഭിക്കുന്നത് വരെ പോരാടുക. അതിന് വേണ്ടി ദീർഘമായ പോരാട്ടമാണ് നടത്തേണ്ടതെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജികൾ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഞാൻ പറയാണ്, കമ്മ്യൂണിസ്റ്റുകാരി എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ. ആ ശുഭാപ്തി വിശ്വാസം ചിലപ്പോൾ കുറച്ച് നീണ്ടുപോകാം അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് ലഭിക്കുന്നതിന്. പക്ഷേ എന്നാലും ഇടയിൽ തളരുക എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. നേതൃത്വത്തിൽ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്താണുള്ളത്. രാജ്യം മുഴുവൻ വേരുകളുള്ള ഒരു പാർട്ടി, അണികളുള്ള പാർട്ടി, പ്രത്യേകിച്ച് വർഗീയ ഫാസിസ്റ്റ് ശക്തികളോട് മുന്നേറ്റം അല്ലെങ്കിൽ അവരോട് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒപ്പം തന്നെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പോരാട്ടവും കൂടെ നടക്കുകയാണ്. ഇതെങ്ങനെയാണ് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നത്? ഭാര്യയും ഭർത്താവും, ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിലാണ് ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. പാർട്ടിക്കുള്ളിൽ വരുമ്പോൾ ഞങ്ങൾ 2 പാർട്ടി സഖാക്കളാണ്. അപ്പം തീർച്ചയായിട്ടും ആ പാർട്ടി ഉത്തരവാദിത്തങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. അതിന് സഹായകരമായിട്ട് ബാക്കിയുള്ള മുഴുവൻ സഖാക്കളും നിൽക്കുന്നു. അതിലുള്ള ഒരാളെന്ന നിലയിൽ ഞാനും അദ്ദേഹത്തോടൊപ്പം. അതേപോലെ എനിക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിർവഹിക്കുന്നു.
എനിക്ക് സഹായങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നതിന് അതിലൊരാളായി അദ്ദേഹം നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഇത് ഞങ്ങളുടെ കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമായതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മകൾ പോലും ഞങ്ങളുടെ പാത ശരിയാണ് എന്ന് ഞങ്ങൾക്കാകെയുള്ള ഒരു അഭിമാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ മകളും ഞങ്ങളോടൊപ്പം ഉണ്ട്, കൂടെയുണ്ട് എന്നുള്ളല്ലാതെ മറ്റു വഴികളിലേക്ക് ഞങ്ങളുടേതാണ് ശരിയായ വഴി, അതാണ് മനുഷ്യർക്ക് കൂടുതൽ ഉപകാരം ചെയ്യാൻ, മനുഷ്യരോടൊപ്പം നിൽക്കാൻ, അവരുടെ വേദനയിൽ അവരോടൊപ്പം നിൽക്കാൻ പറ്റിയ ഒരു ശരിയായ വഴി ഇതാണ്, എൻ്റെ അപ്പനും അമ്മയും പോകുന്ന വഴിയാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അവൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനമുള്ളത്. പക്ഷേ മറ്റ് പല മക്കളെയും ഓർത്ത് മാതാപിതാക്കൾ വേദനിക്കുന്ന ഒരു കാലഘട്ടം, അവരുടെ ഭാവിയെ ഓർത്ത്, അവരുടെ പ്രശ്നങ്ങളെ ഓർത്ത്, അവർ നേരിടുന്ന പ്രശ്നങ്ങളെ ഓർത്തും നീറിക്കഴിയുന്ന ഒരു സമൂഹം ഇന്ന് ഇന്ത്യയിലാകമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ജാതി വിഷയങ്ങളായാലും വർഗീയ വിഷയങ്ങളായാലും രാഷ്ട്രീയ വിഷയങ്ങളായാലും മക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങളെ ചെറുത്ത് നിൽക്കേണ്ട ഒരു അമ്മയുടെ നീറ്റലും വേദനയും ഒക്കെ ഉള്ളിലുണ്ടോ? തീർച്ചയായിട്ടും ഒരു പീരീഡിൽ ഇപ്പോൾ വ്യക്തിപരമായിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നതെങ്കിൽ ഒരു JNU വിഷയമൊക്കെ വന്നപ്പോൾ അറിയാം, അവിടെ 2 മാസത്തിനുള്ളിൽ 4-5 തവണയോളമാണ് എൻ്റെ മകള് ലാത്തി ചാർജിന് വിധേയം. അതിലൊരു തവണ പുരുഷ പോലീസ് വളഞ്ഞിട്ടടിക്കുകയായിരുന്നു. അങ്ങനെ അടിച്ചതിൻ്റെ ഫലമായിട്ട് അവൾ ഇന്നും ട്രീറ്റ്മെൻറ്റിലാണ്. നടുവിലൊരു പരിക്ക് പറ്റിയിട്ട് അതൊരു പക്ഷേ ആജീവനാന്തം കൊണ്ടു നടക്കേണ്ട ഒരു പരിക്കാണത്. അപ്പോൾ ഇപ്പോഴും എന്നോടൊപ്പം ഇവിടെയുണ്ട്. പക്ഷേ ഹോട്ട് വാട്ടർ ബാഗിൽ വെള്ളം നിറച്ചുകൊണ്ടാണ് എന്നോടൊപ്പം ഈ പ്രചാരണത്തിൽ കൂടെ വണ്ടിയിൽ വരുന്നത്. അപ്പോൾ അത് സ്വാഭാവിക ഒരു അമ്മ എന്ന നിലയിൽ അത് ഒരു നമുക്കൊരു പ്രയാസമുണ്ട്. പക്ഷേ എന്നാൽ അതിനേക്കാൾ വലിയ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന അമ്മമാരെ കാണുമ്പോൾ എൻ്റെ വേദന ഒന്നുമല്ലെങ്കിലും അവൾക്ക് ഞങ്ങളൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബങ്ങളുണ്ട് അവളോടൊപ്പം, എൻ്റെ മകളോടൊപ്പം. പക്ഷെ അതൊന്നുമില്ലാത്ത ഇത്രയേറെ നിരാശ്രയത്വത്തിൽ കഴിയേണ്ട ഒരു ജനസമൂഹം ഈ രാജ്യത്തുള്ളത്. നമ്മൾ ഇപ്പം പറയുന്ന ഇന്ത്യ ഒരു 3ാമത് സാമ്പത്തിക ശക്തിയാക്കി കൊണ്ടുവരാൻ, $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാക്കി കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതാരുടെ മേലെ ചവിട്ടി നിന്നിട്ടാണ് അത്തരം വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് എന്നുള്ളത് ഭരണകൂടങ്ങൾ പരിശോധിക്കണം. അപ്പോൾ ആ ദുരന്തങ്ങൾ കാണുമ്പോൾ നിങ്ങൾ നോക്കൂ, ജമ്മു കാശ്മീർ മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ എല്ലാ സംസ്ഥാനങ്ങളിലും സാധാരണക്കാരനെ, ദളിത് ആദിവാസികളെ, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെ, അത് ക്രിസ്ത്യൻ ന്യൂനപക്ഷമായിരുന്നാലും ശരി, അതല്ല മുസ്ലിം ന്യൂനപക്ഷമായിരുന്നാലും ശരി, ഇവർക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങളാണ്. ഇവരെല്ലാം വലിയ സുഖത്തിലാണ് 2014 മുന്നേ ജീവിച്ചതെന്നല്ല. പക്ഷേ 2014 മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള വിഷയമെന്ന് പറഞ്ഞാൽ ഈ ഒരു വിദ്വേഷത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മാറ്റി നിർത്തപ്പെടുക, അകറ്റി നിർത്തപ്പെടുക, അവരെ തലമുറകളായി ജീവിച്ചു വന്ന ഇടത്തിൽ നിന്നും ബുൾഡോസർ കൊണ്ട് ആ നിരം മുഴുവൻ ഇടിച്ചു നിരത്തി, വീട് ഇടിച്ചു നിരത്തി അവരെ അവിടുന്ന് ഒഴിപ്പിക്കുക. ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ചെറിയ കുഞ്ഞിനെയും കയ്യിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ, അവൾ ആ വയറും താങ്ങിപ്പിടിച്ച് കിലോമീറ്ററോളം രാത്രി മുഴുവനും മണിപ്പൂരിലെ വനത്തിലൂടെ ഓടിപ്പോകേണ്ടി വരുന്ന ഒരു സ്ഥിതി. ആ അമ്മമാരെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ അമ്മമാരുടെ വേദനയ്ക്ക് മുന്നിൽ, അവരുടെ സങ്കടങ്ങൾക്ക് മുന്നിൽ എൻ്റെ സങ്കടം ഒരു സങ്കടമേ അല്ല. ഉത്തരേന്ത്യയിൽ, അതായത് കണ്ണൂരിലെ ഒരു കുടിയേറ്റ ഗ്രാമത്തിൽ ജനിച്ച് വളർന്നു. പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. ഉത്തരേന്ത്യയിലെ ചേരികളിലടക്കം പ്രവർത്തനം മേഖലയുണ്ടായിരുന്നു. ഇപ്പോഴും അന്തർദേശീയ നേതാക്കൾ വരുമ്പോൾ നമ്മുടെ ഭരണകൂടം ഈ ചേരികളെ മറയ്ക്കാൻ വേണ്ടി ചില കർട്ടനുകളൊക്കെ ഉപയോഗിക്കും. ആ കർട്ടനുകൾക്കപ്പുറത്തുള്ള ജീവിതം നേരിട്ട് കണ്ട ആളാണല്ലോ. ഒരു സ്ത്രീ മുന്നേറ്റത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ അവർക്ക് വേണ്ടി ഇനി എങ്ങനെ പോരാടാൻ കഴിയും എന്നാണ് ഞാൻ ഒരു കാര്യം, വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം കൂടി നിങ്ങളോട് ഇപ്പോൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഞാൻ ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് 1993 ഷിഫ്റ്റ് ആകുന്ന, മോള് 1.5 വയസ്സുള്ളപ്പോൾ. അതിനുശേഷം ഈ തൊഴിലുറപ്പ് നിയമത്തിന് വേണ്ടിയുള്ള ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. അത് 2005 അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് അതിനുശേഷം ഞാൻ ഡൽഹിയിലാണ് പിന്നെ എൻ്റെ കൂടെ താമസം.
ഇപ്പോൾ 2005 ഈ ബില്ലിൻ്റെ അതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നതിൽ സഖാവ് ബൃന്ദ കാരാട്ട് ഞാനൊക്കെ അതിൽ തുടക്കം മുതൽ ആ ഡ്രാഫ്റ്റ് പോലും തയ്യാറാക്കുന്നതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ആ ഡ്രാഫ്റ്റ് തയ്യാറാക്കി അത് NACക്ക് നാഷണൽ അഡ്വൈസറി കൗൺസിൽ, അത് ശ്രീമതി സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിലുള്ള അവരുമായി നിരന്തരം നമ്മൾ ഇൻറ്ററാക്ഷൻ നടത്തി, മീറ്റിങ്ങുകൾ നടത്തി, അങ്ങനെയൊക്കെയാണ് അത് ഡ്രാഫ്റ്റ് തയ്യാറാക്കി അവർക്ക് കൊടുത്തത്. പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. ആ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ശേഷം അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ഫോർവേഡ് ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അന്ന് BJPയുടെ നേതാവായിരുന്ന ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന കല്യാൺ സിംഗാണ്. ഈ നിയമം വരരുത് എന്ന് മനഃപൂർവ്വം കരുതി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മീറ്റിങ്ങുകൾ വിളിക്കാറില്ല. അപ്പോൾ ഈ ബില്ല് ഉടനടി നിയമമാക്കി പാസ്സാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 10 സംസ്ഥാനങ്ങളിലൂടെ ഒരു സാധാരണ ഓർഡിനറി ബസ്സിൽ കുറേ വിദ്യാർത്ഥികൾ, കുറേ അധ്യാപകർ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെയും അതുപോലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെയും അതുപോലെ ബോംബെയിലെ ടിസ്സിലെയും ഒക്കെ അധ്യാപകരും വിദ്യാർത്ഥികളും കർഷകരും സ്ത്രീകളും ഒക്കെ ഒരു 51 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര നടത്തി. ആ യാത്ര ഉദ്ഘാടനം ചെയ്തത് ശ്രീമാൻ നമ്മുടെ മുൻ പ്രധാനമന്ത്രി VP സിംഗ് ആയിരുന്നു. അരുന്ധതി റോയൊക്കെ അതിൽ വന്ന് ആ ഉദ്ഘാടന സമയത്ത് അവിടെ വന്ന് അഭിവാദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവരെയുള്ള ഞാൻ അതിൽ ഒരു ലീഡിംഗ് മെമ്പറായിരുന്നു, ദേശീയ മഹിളാ ഫെഡറേഷൻ അതിൽ ഒരു അംഗമായിരുന്നു ആ യാത്രയിൽ. അപ്പോൾ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ചുമതല എനിക്കായിരുന്നു. ആ യാത്ര വരെ എനിക്കൊരു അഹങ്കാരമുണ്ടായിരുന്നു. ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്കെല്ലാം അറിയാം, ഇന്ത്യ അറിയാം, ലോകമറിയാം, എല്ലാം അറിയാമെന്നുള്ള മലയാളിയെ പോലെ എനിക്ക് ഭയങ്കര അഹങ്കാരം. ആ ഒരു അഹങ്കാരം, എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരിതുണ്ടല്ലോ. പക്ഷേ എൻ്റെ ജീവിതത്തിലെ അഹങ്കാരങ്ങൾ മുഴുവനും തവിട് പൊടിയായി പോയ ഒരു ദിനങ്ങളായിരുന്നു 51 ദിവസം. ആ യാത്രകളിൽ 51 ദിവസം ഞാൻ കണ്ട കാഴ്ചകൾ അതൊന്നും എന്താ പറയുക, ഒരു 4 വയസ്സുകാരൻ അവൻ്റെ തോളിൽ ഒരു ചെറിയ ടവലിൽ കെട്ടി അവൻ്റെ ഇളയ അനുജൻ, അത് 6 മാസം പ്രായമുള്ള അനുജൻ, 4 വയസ്സുകാരനെ 2 വയസ്സ് അല്ല ചെറിയ അനിയനെ 6 മാസം മറ്റുമാണ് പ്രായം, അവനെ ഇങ്ങനെ ഒരു തോളിലൊരു തുണി കെട്ടി അതിൽ കിടത്തിയിട്ട് ഒരമ്മ പച്ചക്കറി മാർക്കറ്റിൽ അവിടെ പൊഴിഞ്ഞു വീഴുന്ന പച്ചക്കറി പെറുക്കിക്കൊണ്ടുവന്ന് അത് വിറ്റ് ഉപജീവനം നടത്തേണ്ടി വരുന്ന അമ്മമാർ. വെളുപ്പിന് 3 ഞങ്ങൾ റാഞ്ചിയിൽ ഒരിടത്ത് നിൽക്കുമ്പോൾ ഒരു അത് ചർച്ചുമായി ബന്ധപ്പെട്ട ഒരു ഹോസ്റ്റലിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അച്ഛന്മാരൊക്കെ പറഞ്ഞു, നിങ്ങൾ വെളുപ്പിന് 3 മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞു, ഞങ്ങൾ ഒരിടത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. 3 മണിക്ക് എണീറ്റ് അവിടെ അത് ആദ്യമായിട്ടാണ് ഞാൻ ഈ ലേബർ മണ്ടി കാണുന്നത്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ എല്ലായിടത്തിലും ലേബർ മണ്ടിയുണ്ട്. പക്ഷെ ആദ്യത്തെ എൻ്റെ അനുഭവമാണ്. അവിടെ പോയി നിന്നപ്പോൾ ഒരു 10 അംഗങ്ങളുള്ള ഒരു സ്ത്രീകളുടെ ഗ്രൂപ്പ് നിൽക്കുകയാണ്. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പം അവർ പറഞ്ഞ് ഞങ്ങൾ 4-5 ദിവസമായി നിൽക്കുന്നു, ഇതുവരെയും ഞങ്ങളെ ആരും വന്ന് വിളിച്ചില്ല, വിളിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരോട് സംസാരിച്ച് നിൽക്കുമ്പോൾ ഒരാൾ വന്ന് വിളിക്കുകയാണ്. ഒരാൾ വന്ന് വിളിച്ച് അപ്പം ഏതോ ഒരു ചെറിയ പണിയേ ഉള്ളൂ, 10 പേര് നിൽക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഞങ്ങളെല്ലാം ഒരുമിച്ചേ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, ആകെ 3 പേർക്കുള്ള പണിയേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും വന്നാൽ എല്ലാവർക്കും പൈസ ഒന്നും തരികയില്ല, 30 രൂപയാണ് ആ കൂലി. അങ്ങനെ പറഞ്ഞു പോയി. എന്നിട്ട് ആ മനുഷ്യൻ 30 രൂപ 10 പേര് എടുക്കുന്ന ഒരു സ്ഥിതി, അത്രയും ഒരു ദുരന്തം നിറഞ്ഞ അതിൻ്റെ അതിനൊരു തീവ്രത ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുപോലുള്ള കാഴ്ചകളാണ്. ഞങ്ങളൊരു ഛത്തീസ്ഗഡിലെ ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടുന്ന് അകത്തുനിന്ന് വലിയൊരു കരച്ചിൽ കേൾക്കുക. രാത്രിയായി അവിടെ എത്തുമ്പോൾ ഒരു കുന്നിൻ മേലിലുള്ളൊരു വില്ലേജ്, ആദിവാസികളുടെ വില്ലേജ്. അവിടെ ആ കരച്ചിൽ കേൾക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രസവ വേദന കൊണ്ട് ഒരു സ്ത്രീ കരയുക. അവിടെയുള്ള പ്രായമായ സ്ത്രീകൾ അവളെ സഹായിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് പറ്റാത്തതുകൊണ്ട് വേറെ ഒരു ഗ്രാമത്തിൽ നിന്നും കൂടുതൽ പ്രായമുള്ള ഒരു സ്ത്രീയെ ഒരു കസേരയിൽ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇരുത്തി വെളുപ്പിന് 4 മണിക്ക് ആ സ്ത്രീ പ്രസവിച്ചതിന് ശേഷമാണ് അവർ കുറച്ച് ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ചോറിന് ഞങ്ങൾക്ക് തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചുമന്ന മുളക് കല്ലിൽ ഈ പ്രസവം എല്ലാം കഴിഞ്ഞ് അതിനെല്ലാം എല്ലാ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വന്ന് ഈ ഉണക്കമുളക് എടുത്ത് വെച്ചപ്പോൾ ഇങ്ങനെ അരയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് ഞങ്ങളത് വാങ്ങി അരച്ച് അതിങ്ങനെ ഓരോ പിടി ചോറ് തരികയാണ്. ഇതൊരനുഭവം.
പിന്നെ പല ഗ്രാമങ്ങളിലും ചെല്ലുമ്പോൾ വെച്ചാൽ ഒരു ചപ്പാത്തി 4 മുറിച്ച് ഓരോ കഷ്ണവും ഇത്രയും കഞ്ഞിവെള്ളവും ഞങ്ങൾക്ക് തരിക. ഇതൊക്കെയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ച സംഭവങ്ങൾ. എൻ്റെ അഹങ്കാരം ഇല്ലാതാക്കി. എനിക്ക് ഇന്ത്യയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളത്. ഈ നമ്മളുടെ സർക്കാർ ഇപ്പോഴും അന്തർദേശീയ തലത്തിലുള്ള പല കോൺഫറൻസിലും പറയുന്ന പ്രസംഗം പോലെ അല്ലാതെ ഈ കാഴ്ചകൾ ഇപ്പോഴും ഇന്ത്യയിലുണ്ടോ? തീർച്ചയായും. അതെ, സന്തോഷി 12 വയസ്സുള്ള കുഞ്ഞ് ജാർഖണ്ഡിൽ അവളുടെ അവസാന ശ്വാസം വരെയും ബാത്ത് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞ് ഇത്രയും കഞ്ഞി ചോറ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് 12 വയസ്സുകാരി ജീവൻ പോയി ഇപ്പോൾ 2 വർഷം മുന്നേ പോയ രാജ്യമാണിത്. ഇന്നും എത്രയോ കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിൽ വന്നില്ലേ, ഒരു നേരം പോലും ആഹാരമില്ലാതെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇവിടെ കുറേ കോർപ്പറേറ്റുകളും ആ കോർപ്പറേറ്റുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഒരു ബ്രാഹ്മണിക്കൽ ഫാസിസ്റ്റ് രാജ്യമാക്കി മാറ്റുന്നതിനുള്ള RSS സംഘപരിവാർ സംഘത്തിൻ്റെ ഈ അജണ്ട പൂർത്തിയാക്കാൻ പോകുന്ന ഒരു ഗവൺമെൻറ്റുമാണുള്ളത്. ആ ഗവൺമെൻറ് ഈ സാധാരണക്കാരും ഒന്നും ഒരു വിഷയമല്ല. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെയും പ്രതിപാദിച്ച് ദേശീയ തലത്തിൽ പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നതിനിടയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയായി ഇവിടെ വരികയാണ്. ഇതിനിടയ്ക്ക് പലതും നമുക്ക് മാറ്റിവെക്കേണ്ടി വരും, പലതിനെതിരെയും പോരാടാൻ സമയം കിട്ടാതെ വരും. ഇപ്പോഴത്തെ പോരാട്ടം തെരഞ്ഞെടുപ്പ് മാത്രമായി ഒതുങ്ങിപ്പോകും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഇത് വെറും ഒരു തെരഞ്ഞെടുപ്പല്ല. നമ്മുടെ ഈ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണിത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന, ആ ഭരണഘടനയിലാണ് നമ്മളൊക്കെ അഭയം തേടുന്നത്. ആ ഭരണഘടനയാണ് റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി, അന്തസ്സോടെ ജീവിക്കുന്നതിനുള്ള അവകാശം. അന്തസ്സോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ആദ്യം തന്നെ പിറന്നു വീഴാനുള്ള അവകാശം വേണം. അതായത് ഒരു പെൺകുട്ടിക്ക് പിറന്നു വീഴാൻ പോലും അവകാശമില്ലാത്ത രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പെൺകുട്ടിയാണ് ഗർഭത്തിലുള്ളത് എങ്കിൽ ഇന്ന് 500 രൂപ മുടക്കൂ, ഭാവിയിൽ 50,000 രൂപ ലാഭിക്കാമെന്ന് പറയുന്ന പരസ്യം വരുന്ന പത്രങ്ങളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ പിറന്നു വീഴാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടുന്ന സ്ത്രീകളുള്ള ഈ രാജ്യത്ത് ആണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്ത് ഇന്ന് ഏറ്റവും വലിയ ഭീഷണിയായി നിൽക്കുന്നത് വർഗീയ ഫാസിസ്റ്റ് ഗവൺമെൻറ് തന്നെയാണ്. ആ ഗവൺമെൻറ് എന്തുകൊണ്ടത് നമ്മളതിനെ എതിർത്ത് പരാജയപ്പെടുന്നു? ഈ രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിലടിപ്പിച്ച് ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ മുഴുവൻ മാനസിക രോഗികളാക്കി. കാരണം വെറുപ്പിൻ്റെ വിദ്വേഷമാണ്. അതുപോലെ തന്നെ മണിപ്പൂരുകളും കന്തമഹലും അതുപോലെ ജബുവയും അതുപോലെ ഡൽഹിയിലെ കലാപമൊക്കെ അറിയാലോ, ഗുജറാത്തും അതുപോലുള്ള അങ്ങനെയുള്ള കലാപങ്ങൾ നടത്തിക്കൊണ്ട് ദൈവങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷകൻ താനാണെന്ന് അവകാശപ്പെടുന്ന ഒരു പ്രധാനമന്ത്രി ഉള്ള ഒരു രാജ്യത്താണ് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം. അതിലെ ഒരു സാമൂഹിക സാഹചര്യം എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് ഇന്ത്യൻ സ്ത്രീകൾ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെയാണ്. ഇത് പറയാൻ കാരണം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇത് ആദ്യമായിട്ടൊന്നുമല്ല, നരേന്ദ്രമോദി വന്നതിന് ശേഷമൊന്നുമല്ല സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ. പക്ഷേ എന്താ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ 2014 ശേഷം സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരും. അതിൻ്റെ സംഖ്യ അത് നാഷണൽ ക്രൈം റെക്കോർഡ് ഗവൺമെൻറ്റിൻ്റെ തന്നെ റെക്കോർഡാണ്. അത് പരിശോധിച്ചാൽ കാണുന്നതാണ്. ക്രൈം സംഖ്യ വർദ്ധിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ക്രൂരതയും വർദ്ധിക്കുകയാണ്. ബലാത്സംഗം ചെയ്തതിന് ശേഷം പകുതി ഭാഗം പെട്രോളോ മണ്ണെണ്ണയൊഴിച്ച് തീ കത്തിക്കുക, മുഖമൊക്കെ കല്ലുകൊണ്ടിടിച്ച് ഇതാക്കുക, അല്ലെങ്കിൽ അവളുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് മറ്റ് കല്ലും മരവും ഒക്കെ കുത്തിക്കയറ്റ്. എന്തൊരു ക്രൂരതയാണ് കാണിക്കുന്നത്. ആ ക്രൂരത ഇത് റിപ്പോർട്ടിലുള്ളതാണ്. അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളതിന് 2 ഉത്തരങ്ങളാണ്. ഒന്ന്, ഈ കൺവിക്ഷൻ റേറ്റ് അത് വളരെ കുറവാണ്. 4% 100 കേസ് കോടതിയിലെത്തിയാൽ 4% മാത്രമാണ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നത്. 4% വിക്ടിംസിന് മാത്രമാണ് നീതി ലഭിക്കുന്നത്. 96% അവർ രക്ഷപ്പെടുകയാണ്. ഇതൊരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ പെൻഡൻസി റേറ്റ് അത് വലിയ സംഖ്യയാണ്. ഒരു 98 96 മറ്റോ ആണ് അതിൻ്റെ പെൻഡൻസി. മാസങ്ങളോളം വർഷങ്ങളോളം ബാബറി ദേവി ഇന്നും കോടതി കയറി ഇറങ്ങുന്നത് 27-28 കൊല്ലമാകുന്നു. ആ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്ത് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ വയലൻസ് അറ്റ് വർക്ക് പ്ലേസ് എന്ന നിയമം പോലും ഉണ്ടായത്. ആ നിയമമുണ്ടാക്കാൻ കാരണമായ ഈ ബാബറി ദേവിയുടെ കൂട്ടബലാത്സംഗം
ആ സ്ത്രീ, ആ കൂട്ടബലാത്സംഗത്തിന് ഇരയായ സ്ത്രീ 27 വർഷമായും കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് നീതി ലഭിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള ഈ പെൻഡൻസി, ഇത്തരം ഡിലേ ഇൻ ഗെറ്റിംഗ് ജസ്റ്റിസ്, ഇതൊരു കാരണം, ഒരു ഭാഗം. മറുഭാഗത്ത് എന്താണ്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ ആവേശത്തിൽ ഒരുപാട് ഗ്യാരണ്ടി പറയുകയാണ്. അപ്പോൾ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് ഗ്യാരണ്ടി, സ്ത്രീകളുടെ മുന്നേറ്റത്തിന് ഗ്യാരണ്ടി, ഒരുപാട് ഗ്യാരണ്ടി, പക്ഷേ ഒരു വാറണ്ടിയില്ല. ഇതിലെന്താ സംഭവിക്കുന്നത്? ഏറ്റവും ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ തുടങ്ങി ഈ വിമൻ റിസർവേഷൻ ആക്ട് വരെ നമുക്ക് പരിശോധിച്ചാൽ, വിമൻ റിസർവേഷൻ ആക്ടിൽ എന്താ ചെയ്തത്? വിമൻ റിസർവേഷൻ ആക്ട് വന്നതെങ്ങനെയാണ്? 10 വർഷം ഒന്നും മിണ്ടാതിരുന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സ്പെഷ്യൽ സെഷൻ ഓഫ് പാർലമെൻറ്റ് എന്ന് പറയുന്നു, അതിന് വനിതാ സംവരണം കൊണ്ടുവരാനാണെന്ന്. എങ്ങനെ അത് വന്നു എന്നുള്ളതും എല്ലാവരും അറിയണം. ദേശീയ മഹിളാ ഫെഡറേഷൻ 2021 സുപ്രീം കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തു. അത് ഈ ഗവൺമെൻറ്റിനെതിരെ, മോഡി ഗവൺമെൻറ്റിനെതിരെയാണ്. ഞാനാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി, ഞാനാണ് സംഘടനയെ റെപ്രസെൻ്റ് ചെയ്ത് ഞാനാണ് അതിൻ്റെ കേസ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു 4ാമത്തെ ഹിയറിങ്ങിൽ, 2ാമത്തെ ഹിയറിങ്ങിൽ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ പ്രകടന പത്രികയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് എഴുതി വെച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നോട്ടീസ് അയച്ചു. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് അതിന് കോടതിയിൽ മറുപടി കൊടുത്തില്ല. അതുകൊണ്ട് 3ാമത്തെ തവണ വീണ്ടും ഒരു അവധി കൊടുത്തു, പക്ഷേ അപ്പോഴും അവർ മറുപടി കൊടുത്തില്ല. അതുകൊണ്ട് 4ാമത്തെ തവണ അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരായത്. അപ്പോൾ ജഡ്ജ് അതിരൂക്ഷമായി ഈ അഡീഷണൽ സോളിസിറ്റർ ജനറലോട് പറഞ്ഞു, നിങ്ങൾ ഇതിൽ പ്രതികരിച്ചില്ല, നിങ്ങൾ ഈ കോടതിക്ക് മുമ്പാകെ നിങ്ങൾക്ക് മറുപടി തരാൻ കഴിയില്ല എങ്കിൽ ഒരു ഉത്തരവിറക്കാൻ പോലും ഞങ്ങൾ മടിക്കില്ല എന്ന് അത്ര രൂക്ഷമായ പ്രതികരണം നടത്തിയ അന്ന് വൈകുന്നേരമാണ് സ്പെഷ്യൽ സെഷനെക്കുറിച്ചും ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ബില്ല് പാസ്സായി. എങ്ങനെയാണ് പാസ്സായി? സ്ത്രീകളുടെ 2 കാലിലും വളരെ സ്ട്രോങ് ആയ ഓരോ ചങ്ങലയിട്ട് പൂട്ടി എവിടെയോ കെട്ടിവെച്ചുകൊണ്ടാണ് ആ ബില്ല് പാസ്സാക്കിയത്. എന്താ ചങ്ങല? സെൻസസ് ആൻഡ് ഡീലിമിറ്റേഷൻ. ഇതെന്ന് നടക്കുമെന്നോ എപ്പോൾ നടക്കുമെന്നോ അതിനുശേഷം ഇതെപ്പോൾ ഈ നിയമം നടപ്പിലാകുമെന്നോ യാതൊരു നിശ്ചയമില്ല. എന്തുകൊണ്ടത്? അത് എന്തെന്ന് ചോദിച്ചാൽ, അവർ മനുവാദത്തിൽ വിശ്വസിക്കുന്നവരാണ്. സ്ത്രീകൾക്ക് മനുവാദത്തിൽ വിശ്വസിക്കുന്ന ഫാസിസ്റ്റുകളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് 3 കാര്യങ്ങൾ ചെയ്യാൻ അനുമതിയുള്ളൂ. 1 ഭക്ഷണം പാകം ചെയ്യുക, 2 കുട്ടികളെ പ്രസവിക്കുക, 3 വേണമെങ്കിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ സ്ത്രീകൾ അങ്ങനെ ഇരുന്നാൽ മതി. സ്ത്രീകളുടെ അതായത് സ്ത്രീകൾ വേദം കേൾക്കാതിരിക്കാൻ അവരുടെ കാതുകളിൽ ഈയമൊരുക്കി ഒഴിച്ച കാലഘട്ടമുണ്ട്. അതേ മാനസിക സ്ഥിതിയോടെയാണ് ഇന്നും ഫാസിസ്റ്റുകൾ നിൽക്കുന്നത്. അവരത് മാറില്ല, മനുവാദികൾ. അതുകൊണ്ട് സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരേണ്ട, അതുകൊണ്ടാണ് കാലിൽ ചങ്ങലയിട്ടിരിക്കുന്നത്. ഇത് ഇത്തരത്തിലൊരു സാഹചര്യം. അപ്പോൾ ഈ ബില്ല് പാസ്സാക്കുമ്പോൾ വലിയ പ്രസംഗം നടത്തുകയാണ് പാർലമെൻറ്റിനകത്ത്. ശ്രീമാൻ നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആരെ കൂടെ ഇരുത്തിക്കൊണ്ടാണ് പ്രസംഗം നടത്തുന്നത്? തൊട്ടു പുറകിലിരിക്കുന്നത് ഈ ഗുസ്തി താരങ്ങളെ, സാക്ഷിയെയും മറ്റും അവരെവിടെയൊക്കെ പോയോ, ഏത് രാജ്യങ്ങളിലൊക്കെ പോയോ ആ രാജ്യങ്ങളിലൊക്കെ പിന്തുടർന്ന് ചെന്ന് അവരെ ലൈംഗികമായി പീഡിപ്പിച്ച ആളാണ് ബ്രിജ്ഭൂഷൺ. BJPയുടെ MPയെ പിന്നിലിരുത്തിക്കൊണ്ടാണ് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച്, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മിശിഹായാണ് താനെന്ന് ഒരു പ്രധാനമന്ത്രി പറയുന്നത്. അപ്പോൾ അത്തരം സ്ത്രീകൾക്കെതിരായി ഇത്തരത്തിലുള്ള ഏറ്റവും ഹീനമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർക്ക് പ്രധാനമന്ത്രി പോലും സംരക്ഷണം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ യുദ്ധസമാനമായ സാഹചര്യത്തിലാണ്. നമ്മൾ സമയം അവസാനിക്കാറായി. കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു, കുറേ ഉത്തരം പറയാനുണ്ടെന്നറിയാം. പക്ഷേ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ വേദനിക്കുന്ന ജനങ്ങളുടെ ഒപ്പം ചേർന്ന് സ്ത്രീകളുടെ വേദനയിൽ പങ്കാളിയായി മനസ്സ് വേദനിക്കുന്ന ഒരു ആനി രാജയാണുള്ളത്. പക്ഷേ ആനി രാജയുടെ ഒരു സന്തോഷം എന്താണ്? എപ്പോഴാണ് ആനി രാജയ്ക്കൊരു സന്തോഷം ഉണ്ടാകുന്നത്? അങ്ങനെ ഈ കഷ്ടപ്പെടുന്നവർക്ക് ഏതെങ്കിലും ഒരു വിധത്തിൽ ഒരാശ്വാസം ആവാൻ സാധിച്ചാൽ അതാണ് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം. ഇപ്പം ഞാൻ പറയും, 2-3 ദിവസത്തിനുള്ളിൽ ഈ മണ്ഡലത്തിൽ കൂടി ഞാൻ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു പെൻഷൻ്റെ കാര്യം ഒരാൾ പറഞ്ഞു, വേറെ സ്ഥലത്ത് ചെന്നപ്പോൾ വേറൊരു ആവശ്യം പറഞ്ഞു, പഞ്ചായത്തുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഉടനടി അത് അവിടെയുള്ള ലോക്കലിലുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇന്ന് എന്നോട് പറഞ്ഞു, ആ കാര്യങ്ങൾ നടന്നു സഖാവേ എന്ന് പറയുമ്പോൾ ഞാൻ ആ സ്ത്രീകളുടെ സന്തോഷത്തെക്കുറിച്ച് എനിക്ക് അങ്ങേയറ്റം സന്തോഷമാണ്. ഞാനൊന്നും ചെയ്തില്ല, പക്ഷേ ആ സ്ത്രീകൾക്ക് വലിയ ഒരു സഹായമേ. ഇതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ എനിക്ക് ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല. ഇവിടെ ഈ വയനാട്ടിൽ ഞാൻ 2015
താമരശ്ശേരി ബിഷപ്പ്, തലശ്ശേരി ബിഷപ്പ്, അതുപോലെ തന്നെ ഭരണികുളങ്ങര പിതാവ്, ഫരീദാബാദിലാണ് അദ്ദേഹം പിതാവാണ്. ഇവരോടൊപ്പം നരേന്ദ്രമോദിയെ കണ്ട് ഈ ഒരു മെമ്മറാണ്ടം കൊടുത്ത വന്യമൃഗങ്ങളുടെ വിഷയം, അതുപോലെ തന്നെ ഇവിടെ ദാദർ കമ്മീഷൻ, അപ്പം അതിന് എതിരായിട്ട് ഒരു മെമ്മറാണ്ടം കൊടുത്ത് അവരോടൊപ്പം ആ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തത് അവർ ആവശ്യപ്പെട്ട പ്രകാരം CPIയുടെ അന്ന് ജനറൽ സെക്രട്ടറി അല്ല, നാഷണൽ സെക്രട്ടറി സഖാവ് രാജ. അപ്പോൾ അത് ഞങ്ങൾ ഒരുമിച്ച് പോയി. അപ്പോൾ അന്ന് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോ അല്ലെങ്കിൽ ജയിക്കുന്നതോ നമ്മളൊന്നും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്ത് പോവുകയാണ്. കന്തമകലിലെ സിസ്റ്റർ, ഇന്ന് മണിപ്പൂരിലെ പെൺകുട്ടികളെ നഗ്നയാക്കി ഇങ്ങനെ കൊണ്ടുപോയ കാര്യമൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു. മണിപ്പൂരിലെ സിസ്റ്റർ, ഞാൻ പേര് മാറ്റി പറയുന്നു, ബീന എന്ന് പറയുന്നു. ആ സിസ്റ്റർ മണിപ്പൂരിലെ കന്തമകൾ കലാപത്തിൽ അവളെ സംഘപരിവാർ ഓടിച്ചു കൊണ്ടുവരിക. അവൾ ഓടിപ്പോകുമ്പോൾ ഒരു കലിങ്ങിൽ 2 പോലീസുകാരിരിക്കുക, 2-3 പോലീസുകാർ. അവരുടെ ഇടയിൽ പോയി ഇവളിരുന്നു. കാരണം പോലീസുകാരാണ് രക്ഷിക്കും. ഈ സംഘപരിവാർ പിന്തുടർന്ന് വന്നപ്പോൾ ഈ പോലീസുകാർ രക്ഷിക്കുമെന്ന് കരുതിയ പോലീസുകാർ തന്നെ ഇവളെ 2 കൈയും പിടിച്ച്, ഈ കന്യാസ്ത്രീയെ 2 കൈയും പിടിച്ച് അവരുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ് ഇത്. അവർ ചെയ്ത് ആ കന്യാസ്ത്രീയുടെ തിരുവസ്ത്രങ്ങൾ ഓരോന്നോരോന്നായി അവിടെ നിന്ന് അഴിച്ചു മാറ്റി, പട്ടാപ്പകൽ അഴിച്ചു മാറ്റി നഗ്നയായി അവളെ അവളെ ആക്രമിച്ചുകൊണ്ട് പരേഡ് നടത്തിക്കൊണ്ട് പോവുകയും ചെയ്തത്. അവിടെ ആ സംഭവത്തിന് ശേഷം ആ ഒറീസയിൽ അവളുടെ മൊഴിയെടുക്കാൻ പോലും, ആ കന്യാസ്ത്രീയുടെ മൊഴിയെടുക്കാൻ സംഘപരിവാർ സംഘടനകൾ അനുവദിക്കാത്തതുണ്ട്. കോടതിയിൽ പോയാൽ അവിടെ കോടതി മുറിയും അതുപോലെ തന്നെ പുറവും ആയിരക്കണക്കിന് സംഘപരിവാർ ആളുകൾ നിറയുകയാണ്. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ. അതുകൊണ്ട് അവിടുന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം കൂടി തീരുമാനിച്ചു ഇവിടെ ഡൽഹിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ബിഷപ്പ് ഹൗസുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് ഹൗസിൽ കൊണ്ടുവന്നു. CBCI, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ്, ബിഷപ്പ് ഹൗസിൽ കൊണ്ടുവന്നു. അവിടെ പത്രക്കാർക്ക് എങ്ങനെയോ വിവരം കിട്ടി. അപ്പോൾ കന്യാസ്ത്രീയുടെ സുരക്ഷ ഒരു പ്രശ്നമായി. അപ്പോൾ CBCIയിൽ നിന്ന്, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അവർ പിതാവ് അവിടുന്ന് തന്നെ വിളിച്ച് എൻ്റെ വീട്ടിലാണ് കന്യാസ്ത്രീ 4 ദിവസം താമസിച്ച് 4 ദിവസം കൊണ്ടാണ് ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ മുഴുവനും വീട്ടിൽ വന്ന് ആ തെളിവെടുപ്പുണ്ടല്ലോ, അതൊന്നും എനിക്ക് മറക്കാൻ, അതൊക്കെ എൻ്റെ ഉറക്കം കെടുത്തുന്ന കാര്യങ്ങളാണ്. എങ്ങനെ ആദ്യമായാണ് ആ കന്യാസ്ത്രീ ആരോടെങ്കിലും ഒന്ന് തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ അവരെ സഹായിച്ചു. ഇന്നും എൻ്റെ വീട്ടിലേക്കാണ് അവർക്കുള്ള കോടതിയിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻസ് നോട്ടീസ് വരുന്നത്. അന്ന് അവരെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ്. അന്ന് അവരെ സഹായിച്ച് ഞാൻ അത് വോട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒന്നിനും വേണ്ടിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കുണ്ടാകുന്ന ഇങ്ങനെ നമ്മൾ കൂടെ നിൽക്കുന്നു, അവരുടെ ഒരു സഹായിക്കുക എന്നല്ല പറയാം, അത് അവരോടൊപ്പം നിൽക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. 4000 കുടുംബങ്ങൾ ഡൽഹിയിലെ കട്ട്പുത്ലിയിലെ മനുഷ്യർ, അവരെ കുടിയൊഴിപ്പിക്കുമ്പോൾ അവരുടെ ആ ബുൾഡോസറിൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ എനിക്ക് സാധിച്ചെങ്കിൽ, ഒന്ന് ഞാൻ വീണ്ടും പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരി ആയതുകൊണ്ട്, രണ്ടാമത്തത് ആ മനുഷ്യരുടെ അവരോടൊപ്പം നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ശക്തിയുണ്ട്. അവരോടൊപ്പം ആരെങ്കിലും ഉണ്ട് ന്യായത്തിന് വേണ്ടി പൊരുതാൻ അവർക്ക് ലഭിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് എൻ്റെ സന്തോഷം, മറ്റൊന്നുമില്ല. ഓക്കെ, നമ്മളെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീ സമൂഹത്തോട് എന്താ പറയാനുള്ളത്? ഈ തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇവിടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യമുണ്ടായിരുന്നു. അത്ര തീവ്രമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ അന്ന് നമ്മൾക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു അത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും. പക്ഷെ ഇന്ന് നമ്മളെ തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര സ്വഭാവം, ആ മൂല്യങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മളെ തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് തന്നെ. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക പോലും ഇല്ല എന്ന് നമുക്ക് ഇന്നുള്ള സംഭവങ്ങളൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ അങ്ങനെ പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള നിർണായകമായ ഈ ഘട്ടത്തിൽ രാജ്യത്തോടും ജനങ്ങളോടും ഒപ്പം, അതായത് നമ്മൾ നാളെയും ഇങ്ങനെ ഒരുമിച്ച് ജാതിയും മതവും ഒന്നും നോക്കാതെ എല്ലാവർക്കും ഒരുമിച്ചൊന്ന് ഇരിക്കാനും വർത്തമാനം പറയാനും ഒരു സിനിമയ്ക്ക് പോകാനും ഒരുമിച്ച് പണിക്ക് പോകാനും അങ്ങനെ ഈ മാർക്കറ്റിൽ ഒരുമിച്ച് നടന്ന് സാധനങ്ങൾ വാങ്ങാനും അല്ലെങ്കിൽ പല ആളുകൾക്ക് കച്ചവടം
സ്ഥാപനങ്ങൾ നടത്തുന്നതിന്, അല്ലെങ്കിൽ ഏത് ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട ടൈലർ ആയാലും അയാളുടെ അടുത്ത് പോയി ഒന്ന് നമ്മുടെ ഉടുപ്പ് തയ്പ്പിക്കുന്നതിന്, അങ്ങനെയൊക്കെ ഉള്ള ഒരു മതേതര ഇന്ത്യയെ കാത്തു സൂക്ഷിക്കാൻ, ഇന്ത്യയെ കാത്തു സൂക്ഷിക്കുന്ന പറഞ്ഞാൽ നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളോടും, മുഴുവൻ അമ്മമാരോടും സഹോദരിമാരോടും അതുപോലെ തന്നെ എൻ്റെ ചെറുപ്പക്കാരായ സുഹൃത്തുക്കളോടും പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, വോട്ടവകാശമുള്ള ഓരോരുത്തരോടും പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജീവിക്കണോ മരിക്കണോ എന്നുള്ളത്, നമ്മൾ മാനത്തോടെ ജീവിക്കണോ അഭിമാനത്തോടെ ജീവിക്കണമോ വേണ്ടയോ എന്നുള്ള തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ നിങ്ങൾ ആലോചിക്കണം. ഇവിടെ മറ്റൊരു രാഷ്ട്രീയവുമില്ല. നമ്മുടെ അന്തസ്സോടെ ജീവിക്കുന്നതിനുള്ള അവകാശം സംരക്ഷിച്ച് നിർത്തണം. അതിനുവേണ്ടി ഒരുപക്ഷെ നിങ്ങളുടെ ചാനൽ ഞാൻ ദുരുപയോഗം ചെയ്യുകയാണെന്ന് കരുതരുത്. ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഈ വയനാട്ടിലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. പേര് ആനി രാജ, എൻ്റെ ചിഹ്നം അരിവാൾ നെൽക്കതിർ. അതിൽ വോട്ട് ചെയ്യുക, എന്നെ വിജയിപ്പിക്കുക. നമ്മളെല്ലാവരും വിജയിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. ഇത് അങ്ങനെ വിജയിപ്പിച്ചാൽ നിങ്ങളോടൊപ്പമുണ്ടാകും, ഇല്ലെങ്കിലും നിങ്ങളോടൊപ്പം ഉണ്ടാകും. പക്ഷേ എന്നാലും കുറേ കൂടി ജനപ്രതിനിധി ആക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അവകാശമാണ് ഞാൻ ഒപ്പം ഉണ്ടാകുക എന്നുള്ളത്. എപ്പോഴും ഉണ്ടാകും. നമ്മുടെ ഈ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏതറ്റം വരെയും ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുന്നതിനും നേരിടുന്നതിനും ഞാൻ തയ്യാറാണ്. നിങ്ങൾ എന്നെ സ്വീകരിക്കണം എന്ന ഒരപേക്ഷ മാത്രം. അരിവാൾ നെൽക്കതിർ, വോട്ട് ചെയ്യണം, ജയിപ്പിക്കണം എന്നൊരപേക്ഷ. ഇപ്പോൾ ശ്രീമതി അനിരാജ പറഞ്ഞതുപോലെ ഓരോ സ്ത്രീകളും ഓരോ ഗ്രാമത്തിലും വേദനിക്കുമ്പോൾ അവരവരുടെ വേദനയായി ഏറ്റെടുത്തുകൊണ്ടാണ് ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് അവ പരിഹരിക്കുന്നതിന് വേണ്ടി മുന്നേറ്റം നടത്തുന്നത്. അതിന് അവർക്കൊരു വ്യക്തി താല്പര്യമില്ല, രാഷ്ട്രീയ താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്ക് പ്രതീക്ഷിച്ചല്ല അത് ചെയ്യുന്നത്. ഇതുപോലുള്ള സമർപ്പിതരായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരെയും രാഷ്ട്രീയ പ്രതിനിധികളെയുമാണ് നമ്മുടെ നാടിന് ആവശ്യമുള്ളത്. അപ്പോൾ ഈ വനിതാ ദിനം ഓരോ വനിതകളെയും ഇങ്ങനെ മുഖ്യധാരയിലുള്ള വനിതകളെ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകളെക്കുറിച്ച് ആരും അങ്ങനെ പറയാറില്ല. അവരുടെ വേദന പങ്കുവച്ചത് മറ്റുള്ളവർ അനുഭവിക്കുന്ന വേദനയാണ്. ഒരുപക്ഷെ മലയാള ചാനൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും പല സംഭവവികാസങ്ങളും ഇപ്പോൾ നമ്മളെ പ്രാദേശിക ചാനലാണെങ്കിൽ പോലും വയനാട് വിഷനിലൂടെ അവർ പങ്കുവച്ചത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെയും നമ്മൾ അറിഞ്ഞ് അതിന് പ്രതിവിധിക്ക് വേണ്ടി പോരാടേണ്ട ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഈ വനിതാ ദിനമൊക്കെ അതിനൊക്കെ ഉപയുക്തമാകട്ടെ, ഇവരെ പോലുള്ള അവരുടെ നേതൃത്വം അതിന് ഉപയുക്തമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിജയാശംസകൾ നേരുകയാണ്. ക്വസ്റ്റ്യൻ ഫോറത്തിൽ മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.